പേരിൽ കൂടി എങ്ങനെ കേസെടുക്കുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് തോട്ടത്തിൽ വി രാധാകൃഷ്ണൻ ആ കേസ് തള്ളിയത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഉൾച്ചേരുന്നതാണ് അവിടുത്തെ രാഷ്ട്രീയം. അല്ല, ഇടുക്കി ജില്ലയിലാകെ കോൺഗ്രസിൻ്റെ മേല് ചാരാവുന്ന ഏക കേസ് എന്ന് പറയുന്നത് ഇവരീ പറയുന്ന അയ്യപ്പദാസിൻ്റെ കേസാണ്. ആ അയ്യപ്പദാസിൻ്റെ കേസ് നടന്ന വണ്ടിപ്പെരിയാറ്റിൽ തന്നെ ഞങ്ങളുടെ INTUC ജില്ലാ സെക്രട്ടറി ബാലുവിനെയും കൊന്നു. അതിന് എത്രയോ വർഷം മുമ്പ് നടന്ന, ഇവിടെ അദ്ദേഹം നമ്മുടെ ഗസ്റ്റ് പറഞ്ഞ പോലെ ഇത് 1982-83 വർഷങ്ങളിൽ നടന്നതാണ്. എത്രയോ വർഷമായി. അവിടെയാണ് അദ്ദേഹം പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനിടയിലാണ്. ആ പോരാട്ടത്തിനിടയിലാണെങ്കിൽ ഞങ്ങൾ അവരെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അവരാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ മരണപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ 3 ആളുകളെയാണ് 2 പഞ്ചായത്തിൽ, ഉടുമ്പൻചോല പഞ്ചായത്തിലും രാജകുമാരി പഞ്ചായത്തിലുമായിട്ട് സേനാപതി പഞ്ചായത്തിലുമായിട്ട് 3 ആളുകളെയാണ് ഒരു വർഷത്തിനിടയിൽ 1982 നവംബർ 13 ആദ്യം അഞ്ചേരി ബേബിയെ വെടിവെച്ച് കൊല്ലുന്നു. 83 ജാനുവരി 16 മുള്ളഞ്ചിറ മത്തായിയെ തല്ലിക്കൊല്ലുന്നു. 83 ജൂൺ 1 മറ്റേ നമ്മുടെ മുട്ടുകാടൻ നാണപ്പനെ വെട്ടിക്കൊല്ലുന്നു. അത് 3 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് മണി വളരെ കൃത്യമായിട്ട് പ്രസംഗിച്ചത്. പക്ഷേ ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് പോകേണ്ടിയിരുന്നതെങ്കിൽ മറ്റു കേസുകൾ കൂടി ഇപ്പോൾ FIR-ന്റെ ഒരു നിലയിലേക്ക് എത്തണമായിരുന്നു. ആ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ബാലു വധക്കേസിൽ ഹൈക്കോടതി പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ മോഹൻദാസിന്റെ, അതായത് ആ കൊലക്കേസിൽ അഞ്ചേരി ബേബി വധക്കേസിലെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മോഹൻദാസിന്റെ 164-ന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെയാണ് നേരത്തെ ശ്രീ VN വാസവൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മോഹൻദാസ് ഇപ്പോൾ BJP-യിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം CPM-മായി പിണങ്ങിപ്പിരിഞ്ഞ ഒരു വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഉള്ളതും. അല്ല, ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താ? 82-83 കാലഘട്ടങ്ങളിൽ നടന്ന ഈ കൊലപാതകങ്ങളെ സംബന്ധിച്ച് ഇനി എല്ലാ കേസുകളിലും വളരെ വ്യക്തമായി തെളിവുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ ഇതിനൊക്കെ ഒരു തെളിവുണ്ടാകണമെങ്കിൽ മോഹൻദാസിനെ പോലുള്ള ആളുകളുടെ വെളിപ്പെടുത്തലുകളും അതുമായി ബന്ധപ്പെട്ട് അതിന് ശേഷമുണ്ടാകാവുന്ന അന്വേഷണങ്ങളും അവിടെ ലഭിക്കാവുന്ന തെളിവുകളുമാണ് സത്യത്തിൽ ഇത്തരം കേസുകളിൽ തുമ്പുണ്ടാക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മോഹൻദാസിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 പേരെ പ്രതി ചേർത്ത് ആദ്യം കേസെടുത്തു. അതിൻ്റെ അകത്ത് 1-ാം പ്രതി പാമ്പുപാറ കുട്ടനാണ്, 2-ാം പ്രതിയായിട്ടാണ് മണി വന്നത്, 3-ാം പ്രതി CI2-ൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി OG മദനാണ്. ആ 3 പ്രതികളിൽപ്പെട്ട 2-ാമത്തെ പ്രതിയാണല്ലോ തന്നെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിടുതൽ ഹർജി നൽകിയത്. ആ ഹർജി വളരെ വിശദമായിട്ടുള്ള വിസ്താരം കേട്ടിട്ടല്ലേ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഉദയഭാനു തന്നെ പറഞ്ഞല്ലോ, നിയമപരാധി അല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. കുറ്റപത്രം വായിക്കാൻ തക്ക കാരണങ്ങളുള്ള ഒരു കേസാണ് ഇത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നാ? മണി പ്രതിയായിട്ട് തന്നെ തുടരണം. ആ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ തുടർച്ചയായിട്ടുള്ള കൊലപാതകം, ഇതിന് ഈ 2 കാര്യങ്ങളിലും MM മണിയുടെയും സഖാവ് ജയചന്ദ്രന്റെയും സാഹചര്യം. ശ്രീ VN വാസവൻ, ഈ കേസിൽ KK ജയചന്ദ്രനെയും CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ KK ജയചന്ദ്രനെയും HRTT യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന AK ദാമോദരനെയും കൂടി പ്രതി ചേർക്കണം എന്നതാണ് വാദിഭാഗം ഉന്നയിച്ചിരുന്ന ഒരാവശ്യം. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ്, പ്രോസിക്യൂഷൻ്റെ ആവശ്യമായിരുന്നു, ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ കോടതി വിധി വന്നിരിക്കുന്നത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൽ ഇത് വിചാരണയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നും അതിനാവശ്യമായ തെളിവുണ്ട് എന്നും കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ 2 പുതിയ ആളുകളെ കൂടി ഈ കേസിലേക്ക് ചേർത്തിരിക്കുന്നത് എന്ന വാസ്തവം കൂടിയില്ലേ? അതുകൊണ്ട് തന്നെ മുമ്പുള്ള സാഹചര്യമാണിപ്പോൾ എന്നെങ്ങനെ പറയാൻ കഴിയും? മുമ്പ് ബഹുമാനായ റോയ് K. പൗലൂസ് തെറ്റായി പറഞ്ഞൊരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പറഞ്ഞത് കോടതി വിശദമായ സാക്ഷി വിസ്താരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴത്തെ വിധി പ്രഖ്യാപിച്ചതാണ്. ബഹുമാനായ അഡ്വക്കേറ്റ് ഉദയഭാനു സാറ് വളരെ വ്യക്തമായി ആ കാര്യത്തെ സംബന്ധിച്ച് ക്ലാരിറ്റിയോടുകൂടി മറുപടി പറഞ്ഞു. ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്നിടത്ത് ഒരു സംശയം തോന്നിയാൽ കോടതി അത് ശരി വിസ്തരിക്കാം, അല്ലെ കേസ് മുന്നോട്ട് നീങ്ങട്ടെ. സംശയാതീതമായി ഈ കുറ്റവാളികൾ കുറ്റം ചെയ്തിരിക്കുന്നത് തെളിയിക്കുമ്പോൾ മാത്രമാണ് ശിക്ഷ. അദ്ദേഹം വളരെ വ്യക്തമായത് പറഞ്ഞു. ബഹുമാനായ റോയ് K. പൗലൂസ് മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഒരു സാക്ഷി വിസ്താരം നടന്നില്ല.
ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഴയൊരു CPM പ്രവർത്തകൻ BJP-കാരനായി മാറി കൊടുത്ത 164 മാത്രമാണ് ഈ കേസിന് ആസ്പദമായി എടുത്തിട്ടുള്ളത്. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ സംഭവം സൂചിപ്പിക്കാം. മണിയാശാനെ അറസ്റ്റ് ചെയ്ത രംഗം ഇന്ത്യയിൽ ഒരുപക്ഷെ ഒരു പൊതുപ്രവർത്തകനെ ഇത്ര ഹീനമായ രൂപത്തിൽ കൊച്ചുകുളപ്പാങ്കാലത്ത് തീവ്രവാദികളെ പിടിക്കുന്ന പോലെ രാജ്യത്ത് മുഴുവൻ ആംഡ് ഫോഴ്സിനെ അണിനിർത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്തു പോയ രംഗം നമ്മളെല്ലാം TV-യിൽ കണ്ടതാണ്. അദ്ദേഹത്തെ എത്ര ദിവസം ജയിലിൽ പാർപ്പിച്ചു, അദ്ദേഹത്തെ ഏതെല്ലാം തരത്തിലുള്ള പീഡനത്തിന് വിധേയമാക്കി. അദ്ദേഹം ആകെ ചെയ്ത് ഒരു പ്രസംഗം നടത്തി എന്നുള്ള കാരണമാണ്. ആ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ ഇതുപോലെ ആളുടെ പേരിൽ കേസെടുക്കാനാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവ് K. സുധാകരൻ എത്ര പ്രാവശ്യം ജയിലിൽ കിടക്കണമായിരുന്നു. എന്തെല്ലാം പ്രസംഗം അദ്ദേഹം നടത്തിയിരിക്കുന്നു. അപ്പോൾ അന്ന് രാഷ്ട്രീയ വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി UDF ഗവൺമെൻറ് എടുത്ത സമീപനത്തിൻ്റെ ഭാഗമായിട്ട് ബോധപൂർവവും ആസൂത്രിതവുമായി മണിയാശാനെ ഈ കൊലക്കേസിൽ കൊണ്ട് കുടുക്കി ഒരു 164-ൻ്റെ പേരിൽ അവർ ചാർജ് കൊടുത്താണ് പ്രോസിക്യൂഷൻ. ആ പ്രോസിക്യൂഷൻ പോലീസ് കൊടുക്കുന്നതാണ്. ഒരു സാക്ഷിയെപ്പോലും ഇതുവരെ കോടതി വിസ്തരിച്ചിട്ടില്ല. കോടതി സാക്ഷികളൊക്കെ വിസ്തരിക്കുമ്പോഴാണ് കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സോളിഡ് എവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് ഉദയഭാനു സാർ സൂചിപ്പിച്ച് ഞാൻ വിശദാംശങ്ങളിലേക്ക് വരുന്നില്ല. ഇവിടെ റോയി കെ പൗലോസ് സൂചിപ്പിച്ചത് ഇടുക്കിയിൽ ഇന്ന് കാണുന്ന സാമൂഹികമായ മുന്നേറ്റത്തിൻ്റെ എല്ലാം രംഗത്ത് ഞങ്ങളെ കണ്ട അക്രമകാരികളായിരുന്ന, യഥാർത്ഥത്തിൽ മഹാനായ AKG ഇല്ലായിരുന്നുവെങ്കിൽ ഇടുക്കിയിലെ ആളുകൾ ഇന്ന് ഉണ്ടാകുമായിരുന്നു. അമരാവതിയും ചുരുളിഗിരിത്തോട് പ്രദേശത്തെ കൃഷിക്കാർ കുടിയിറക്കപ്പെട്ടപ്പോൾ നടത്തിയ ഐതിഹാസികമായ സമരം നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൻ്റെ, കാർഷിക കേരളത്തിൻ്റെ സമരചരിത്രത്തിലെ ഇതിഹാസോജ്വലമായ ഒരു ഇടമാണ്. അങ്ങനെയാണ് ഇടുക്കി ജില്ല വളർന്നു വരാൻ ഇടവന്ന സാഹചര്യത്തിൽ CPIM-ൻ്റെ സംഭാവനകൾ വന്നിട്ടുള്ളത്. അദ്ദേഹം അത് വിസ്മരിച്ചിട്ട് 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. കോൺഗ്രസ്സുകാർ നടത്തിയിട്ടില്ല. അയ്യപ്പദാസിനെ കൊലപ്പെടുത്തിയില്ലേ? SFIയുടെ പ്രവർത്തകനെ നെടുങ്കണ്ടത്ത് കൊലപ്പെടുത്തിയില്ലേ? എത്ര കേസ് വേണം ചൂണ്ടിക്കാണിക്കാം. അപ്പോൾ ഈ വിഷയങ്ങൾ ഒക്കെ മറച്ചു പിടിച്ചിട്ട് മണിയാശാൻ ഒരു പ്രസംഗം നടത്തിയെന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചു പോകണം എന്നൊരു കോടതിയും പറഞ്ഞിട്ടില്ല. കോടതി ഇക്കാര്യത്തിൽ വിടുതൽ ഹർജി മാത്രം തള്ളി എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല ഈ കേസ് മുമ്പ് അന്വേഷിച്ചതാകട്ടെ 1982-ൽ ബഹുമാന്യനായ K. കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതേപോലെ ബഹുമാന്യനായ വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്താണ് ഈ കേസ് സംഭവം നടക്കുന്നത്. വളരെ സൂക്ഷ്മമായ അന്വേഷണങ്ങളും ഐഡൻറ്റിഫിക്കേഷൻ പരേഡും എല്ലാം നടത്തി എത്രയോ വലിയ പ്രമാദമായ ഒരു കേസെന്ന രൂപത്തിൽ അവർ അന്വേഷണം നടത്തി കൊണ്ടുവന്ന് കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരികയും അവസാനം കോടതി അതിന്മേൽ അവസാനം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തൊരു വിഷയമാണ്. മുമ്പ് ഇവിടെ മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ മണിയാശാൻ്റെ പ്രസംഗത്തിൽ ആവേശഭരിതമാക്കാൻ വേണ്ടി ഇങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളതല്ലാതെ ഈ കേസുമായി അദ്ദേഹത്തിന് എന്താ ബന്ധം? അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ അന്ന് തന്നെ പറയുകയും പാർട്ടിയുടെ മുമ്പിൽ അദ്ദേഹം ഏറ്റുപറയും. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഒരു പ്രസംഗമല്ലാതെ മറ്റെവിടെയാണ് മണിയാശാൻ ഇവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നോ അല്ലെങ്കിൽ വെപ്പൺ ഉപയോഗിച്ചെന്നോ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയെന്നോ എവിടെയാണ് ഒരു സോളിഡ് എവിഡൻസ്? ഇതുവരെ ഒരു കോടതിയുടെ മുമ്പേയും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ പ്രസംഗത്തിൻ്റെ പേരിൽ ഈ കേസ് നിലനിൽക്കില്ലെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണിയാശാൻ വിടുതൽ ഹർജി കൊടുത്തത്. പക്ഷേ പ്രോസിക്യൂഷൻ അതിനപ്പുറത്ത് ചില കാര്യങ്ങളെ നീക്കിക്കൊണ്ട് എഴുതി കോടതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കേസ് മുന്നോട്ട് പോകട്ടെ എന്ന് ഈ കോടതി പറഞ്ഞു. ആ കോടതി പറഞ്ഞത് അതിന് മുകളിൽ കോടതിയില്ലേ, അതിന് അപ്പീൽ പോകാൻ കഴിയില്ലേ? നമുക്ക് ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, അതുപോലെ ഉന്നതമായ നീതിപീഠങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഇനിയും പരിശോധിക്കാനുള്ള അവസരങ്ങൾ വേറെ നിൽക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം വളരെ വ്യക്തമാണ്, ഇപ്പോൾ രാജിവെക്കണമെന്ന് പറഞ്ഞ ആവശ്യം കേവലം രാഷ്ട്രീയമാണ്. വിഷയദാരിദ്ര്യത്തിൻ്റെ പേരിൽ ഇന്ന് പ്രതിപക്ഷത്തെ സംബന്ധിച്ചോളം ഏതെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ ആ തുരുമ്പയിലൊക്കെ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ നീക്കമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, വലിയ എത്രയോ കേസിൽ അഴിമതിക്കാരായ മന്ത്രിമാർ, 1/2 ഡസനിലേറെ ആളുകൾ കേരളത്തിൽ ഭരണരംഗത്ത് കടിച്ചു തൂങ്ങിയില്ലേ? ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? ഒരു മന്ത്രി രാജി എഴുതി കൊടുത്തിട്ട് 15 ദിവസം പോക്കറ്റിലിട്ട് നടത്തിയിട്ട് ഗവർണറെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചും അഴിമതി നടത്തിയും രാജ്യത്ത് നടത്തിയ തേർവാഴ്ചയുടെ ഭാഗമായി എത്ര പേർ രാജിവെക്കണമായിരുന്നു? CBI ചാർജ് ചെയ്ത കേസിലെ ഒരു മന്ത്രിയുടെ പേരിൽ. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇവരെല്ലാം അഭംഗുരം ഭരണം തുടർന്നു പോയ രംഗം നമ്മൾ കണ്ടു. പക്ഷേ അന്നൊന്നും ഈ ധാർമ്മിക ബോധം കണ്ടില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഈ രംഗത്ത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നു, ഇന്ന് കേരളത്തിൽ ഭരണാധികാരത്തിരിക്കുന്ന മുഖ്യമന്ത്രി ക്രിമിനൽ കേസിൽ പ്രതിയാണ്. അദ്ദേഹം ഏതൊരു പിക്കറ്റിംഗ് കേസിൽ പോയി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിയാക്കി അദ്ദേഹം രാജിവെക്കണ്ടേ? അതുപോലെ തന്നെ വേറെ എത്ര മന്ത്രിമാർ കേരളത്തിൽ പോയി പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതിന്റെ പേരിൽ ഒരു കൊലക്കേസ് പ്രതിയായ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക? അതിനൊരു ധാർമ്മികതയില്ലേ എന്നതാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. കൊലക്കേസ് പ്രതിയാണെന്ന് നിങ്ങൾക്കോ എനിക്കോ തർപ്പിച്ച് പറയാൻ കഴിയുമോ? കഴിയില്ല. കൊലക്കേസ് പ്രതിയാണെന്ന് ഇതുവരെ കോടതി പറഞ്ഞില്ല.
മറിച്ച് സംശയത്തിൻ്റെ നിഴൽ വന്നിരിക്കുന്നു പ്രോസിക്യൂഷൻ ഭാഗത്ത്. കേസ് വിചാരണ ചെയ്തെങ്കിലേ കൊലക്കേസിൽ പ്രതിയാണോ ഇല്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റൂ. ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ശിക്ഷിക്കുന്നതോടം വരെ ഈ സഖാവ് പ്രതിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ വി എൻ വാസവൻ. അഡ്വക്കേറ്റ് CP ഉദയഭാനു, ഇതിലെ പുതിയ സാഹചര്യം എന്നത് രണ്ടുപേർ കൂടി പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. മുൻ MLA-യും ഇപ്പോഴത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുമായ KK ജയചന്ദ്രൻ, ഒപ്പം AK ദാമോദരൻ എന്ന മുതിർന്ന നേതാവ്, ഈ രണ്ടുപേരെ കൂടി പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറ്റ് രണ്ടുപേരുടെ പേരുകൾ കൂടി പ്രോസിക്യൂഷൻ അങ്ങോട്ട് വെച്ചതാണ്. ആ രണ്ടുപേരും മരിച്ചുപോയതുകൊണ്ടാണ് അവർ ഈ പട്ടികയിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ ഒരു പുതിയ സാഹചര്യം ഇന്ന് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടേ? ശ്രീ ഹർഷൻ, ക്രിമിനൽ നടപടിക്രമപ്രകാരം ഇത് കൂടിച്ചേർക്കുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ നിലവിലുള്ള ആളുകൾ കുറ്റവിമുക്തരായി പോവുക, വിടുതൽ നേടി പോവുക, ഇതെല്ലാം ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്. ആ നടപടിക്രമത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വിധികളിൽ ആഹ്ലാദഭരിതരായി രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി രാജിവെക്കണമെന്നോ വെക്കണ്ട എന്ന് പറയുന്നതിൻ്റെ അത് രാഷ്ട്രീയം മാത്രമാണ്. അത് കക്ഷി രാഷ്ട്രീയവും മാത്രമായിട്ട് ബന്ധപ്പെട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുക്തി ഇല്ലാത്ത വെറും ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഈ ധാർമ്മികത എന്ന് പറയുന്ന കാര്യങ്ങൾ അത് ചോർന്നു പോകാനോ അത് വറ്റി വരണ്ട് ഇല്ലാതാകാനോ അത് കവിഞ്ഞൊഴുകേണ്ടത് ആവശ്യമില്ല. അതൊരു സമസന്ധിതയിൽ പോകേണ്ട ഒരു കാര്യമാണ് എന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒരേപോലെ പരിശോധിക്കേണ്ടതാണ്. നമുക്കത് മാറ്റിവെക്കാം. ഈ വിഷയത്തിൽ ഇപ്പോൾ കുറ്റവിമുക്തരാക്കാനുള്ള ഹർജി തള്ളി. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റകൃത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടത്താൻ തക്ക തെളിവുണ്ടെന്നാണ്. ആ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ സാക്ഷികളെ വിസ്തരിച്ചും വസ്തുതകളെ ബോധ്യപ്പെടുത്തിയും അത് പൂർണ്ണമായിട്ടുള്ള ഒരു വിചാരണ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ കുറ്റക്കാരനാണോ ഇല്ലയോ എന്ന് അന്തിമഘട്ടത്തിൽ പറയാൻ കഴിയൂ. അന്തിമഘട്ടത്തിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്നത് വരെ ഒരു ആരോപിതനുള്ള എല്ലാ അവകാശങ്ങളും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനുള്ള ആ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആ ഏതെങ്കിലും തരത്തിലുള്ള ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചുമതലകൾ വഹിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ അവകാശവും ആ ആരോപിതനായിട്ടുള്ള വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. ഇനി കരണീയമായിട്ടുള്ള മാർഗം ഇതൊരു അന്തിമ വിധിയല്ല. തൊടുപുഴ സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഒരു അന്തിമ വിധിയല്ല. ഈ വിധിക്കെതിരെ തീർച്ചയായിട്ടും റിവിഷൻ ഹർജി ഹൈക്കോടതി മുമ്പാകെ സമർപ്പിക്കാം. അത് സ്വീകരിക്കപ്പെടാനുള്ള നിയമപരമായ ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട നാൾവഴികളെല്ലാം തന്നെ അത് സ്വീകരിക്കപ്പെടാനുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്, വെളിച്ചം വീശുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ടോ എന്ന ഹർഷൻ്റെ ചോദ്യത്തിനുള്ള പ്രധാനപ്പെട്ട ഉത്തരം, രാഷ്ട്രീയമായിട്ട് എതിരാളികൾക്ക് എടുത്തടിക്കാനാവുന്ന ഒരു ആയുധമായി കിട്ടി എന്നതൊഴിച്ചാൽ നിയമപരമായ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൻ്റെ ഒരു പൂർത്തീകരണം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ശ്രീ ഫക്രുദ്ദീൻ അലി, വീണ്ടും നമ്മൾ ഈ ധാർമ്മികതയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, കാരണം നമ്മൾ ഈ ധാർമ്മികത എന്ന വാക്ക് കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതായതുകൊണ്ട്, പ്രത്യേകിച്ച് മന്ത്രിമാർക്കൊക്കെ എതിരെയുള്ള ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിൽ അതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നാൽ, ഈ അഡ്വക്കേറ്റ് CP ഉദയഭാനു പറഞ്ഞ ഒരു പുതിയ സാഹചര്യമല്ല, ഒരു കൂട്ടിച്ചേർക്കലാണ്. പക്ഷേ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാരെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ CPM ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിന് പ്രധാന കാരണക്കാരൻ M.M. മണിയാണ്. അങ്ങനെയൊക്കെ പല നിലയ്ക്ക് നോക്കിയാൽ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെടാം. അല്ല, യാന്ത്രികമായി നോക്കിയാൽ പിന്നെ മണിയാശാനും അതുപോലെ CPM ഒക്കെ കുറ്റക്കാരൻ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മനസ്സിലാക്കാൻ ആളുകൾ ചിലപ്പോൾ ശ്രമിച്ചു വരും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു വരും. പക്ഷേ അതല്ലല്ലോ അതിൻ്റെ സത്യം. അതല്ല ഞാൻ അതിൻ്റെ ഒരു ചരിത്രവും മറ്റു കാര്യങ്ങളും പറഞ്ഞത്. അപ്പം ആദരണീയനായ ശ്രീ OK പൗലോസ് അദ്ദേഹം 3-4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യാൻ പറഞ്ഞത്. ഒന്ന്, ഞാൻ നാട്ടുകാരനല്ല, ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ നാട്ടുകാരനല്ല. പക്ഷേ ഈ ഇടുക്കിയെന്ന സ്ഥലവും ഹൈ റേഞ്ചിലൊന്നല്ലല്ലോ. ഞാൻ എൻ്റെ സ്ഥലമായ കോഴിക്കോട് നിന്ന് ഒരു ഏതാണ്ട് പിന്നെ ഒരു 9 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് എത്താവുന്ന സ്ഥലമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫാദറൊക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ ഉടനെ സഞ്ചരിച്ച ആളാണ്. അതുകൊണ്ട് ആ നാടൊന്നും എനിക്ക് അന്യമൊന്നല്ല, അവിടുത്തെ കോൺഗ്രസ് പൊളിറ്റിക്സും എനിക്ക് വെറുപ്പുള്ളതുമല്ല. കാരണം നമ്മളെ കുടുംബത്തിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ചില സത്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആ ഒരു പോരാട്ടം അത് ഞാൻ പറയുന്നത് മാത്രമല്ല. അപ്പം ഉദാഹരണമായിട്ട് അന്നത്തെ DGP ആയ കൃഷ്ണൻ നായർ മാതൃഭൂമി ആഴ്ച 10 എഴുതിയിട്ടുണ്ട്. അന്ന് കാനം മത്തായി എന്നുള്ള SIയെ ശാന്തമാർ പോലീസ് സ്റ്റേഷനിൽ നിയമിച്ചത് ആഭ്യന്തരമന്ത്രി വയലാർ രവി നേരിട്ടാണ്. എന്തിനാണ് വയലാർ രവി നേരിട്ട് ഈ ശാന്തൻ ഇയാളെ നിയമിച്ചത്? അവിടെയുള്ള
വളർന്നു വരുന്ന CIT പ്രസ്ഥാനത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം അടിച്ചമർത്താൻ വേണ്ടി തന്നെയായിരുന്നു. വയലാർ ഏറ്റവും വലിയ ശത്രു കമ്മ്യൂണിസ്റ്റ് എല്ലാ കാലഘട്ടത്തിലും. പല സന്ദർഭങ്ങൾ ആ കാലഘട്ടങ്ങളിൽ അവിടുത്തെ സഹാക്കളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഗുണ്ടകളും മുതലാളിമാരും പോലീസ് ഒറ്റക്കെട്ടായി ആക്രമിച്ചു എന്നുള്ളതാണ്. ഒറ്റക്കെട്ടായിട്ട്. അതുപോലെ തന്നെ CIT കേസ് കൊടുത്താൽ പലപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പോലീസ്, അതായത് കോൺഗ്രസ് CPI കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ് ഭരിച്ചത്, പിന്നെ കേസെടുക്കില്ല. പിന്നെ ഇവരെന്താ ചെയ്യുക? അപ്പോൾ ആ ഒരു തിരിച്ചടിയായിരുന്നു. നമ്മൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇവൻ കുറ്റക്കാരെന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ആ ഒരു സാഹചര്യം ഇന്നിപ്പോൾ ഒരു കൊലപാതകം നടന്ന ഓക്കെ ശരി, അന്നപ്പോൾ നമുക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സ്ഥിതി മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി കൂടുതൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ കാണാം. പക്ഷേ അന്നത്തെ സാഹചര്യം അതായിരുന്നില്ല. പിന്നെ തിരിച്ചടിച്ചോന്ന് ഇദ്ദേഹം ചോദിക്കേണ്ടത്. ഞങ്ങൾ SFIൻ്റെ ഒരു സഖാവിന് അടുത്ത കാലഘട്ടത്തല്ല അവിടെ കൊന്നത്. അപ്പോൾ അത് പിന്നെ ബാസൻ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എനിക്കിതിപ്പോൾ കോയിക്കെ പൗലോസിനോട് വ്യക്തി വിരോധമോ കോൺഗ്രസിനോട് വെറുപ്പുള്ളതുകൊണ്ടല്ല. കോൺഗ്രസ് ഇന്ത്യ നിലനിന്ന് കാണുമെന്ന് ആയിരിക്കുന്ന ഒരാളാണ്. എങ്കിൽ മാത്രമാണ് ഈ കമ്മ്യൂണൽ ഫോഴ്സസിനൊക്കെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ പറയുന്ന പോസ്റ്റ് മോഡേൺ ചിന്തകരായിട്ടുള്ള രഞ്ജിത്ത് ഗുഹനെ പോലുള്ള ആളുകളെല്ലാം പാവപ്പെട്ടവൻ്റെ രാഷ്ട്രീയത്തെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. പാവപ്പെട്ടവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും പൊട്ടലും ചീറ്റലും സംഘർഷവും ഉണ്ടാവും. കാരണം അവൻ്റെ മുന്നിൽ വളരെ സങ്കീർണമായിട്ട് മാന്യമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അവന് ഭക്ഷണം കൊടുക്കുക, കൂലി കുറച്ച് കൊടുക്കുക, അവൻ കൂലി ചോദിച്ചാൽ ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുക, അവനെ പീഡിപ്പിക്കുക. എന്നിട്ട് ഒരു രക്ഷയില്ല. അവൻ ആയുധം എടുക്കുന്ന അവസ്ഥ വരുമ്പോൾ ഇവനെ വില്ലനായി ചിത്രീകരിച്ച് ഈ കോടതിയും ഈ പോലീസും എല്ലാം ഉപയോഗിച്ചിട്ട് ഇവനെ ജയിലടയ്ക്കും. അപ്പം പാവപ്പെട്ടവൻ്റെ സബാൾട്ടൻ്റെ കഷ്ടപ്പെടുന്നവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖമാണ് ഹിംസ ആയിട്ട് വരുന്നത്. ആ ഹിംസമാണ് അന്ന് പുറത്തു വന്നത്. ഞാൻ പറഞ്ഞതല്ല, രഞ്ജിത്ത് ഗുഹ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന പോസ്റ്റ് മോഡേൺ ചിന്തകനാണ്. ഈ രാഷ്ട്രീയമാണ് മണിയാശൻ അന്ന് അവിടെ റെപ്രസെൻറ്റ് ചെയ്തത്. ആ രാഷ്ട്രീയത്തിൻ്റെ റിഫ്ലക്ഷനാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് തിരിച്ചടിയായിരുന്നു. നമ്മൾ ആ ചരിത്ര പശ്ചാത്തലത്തിൽ കാണണം. ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകമാകുമ്പോൾ എന്തായിരുന്നു ആ രാഷ്ട്രീയ കൊലപാതകത്തെ നയിച്ച സന്ദർഭങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുരുടൻ ആനയെ കണ്ട പോലെ ആയി പോകും. തീർച്ചയായും ഞാൻ റോയ്ക്കോ പൗലോസിലേക്ക് വരാം. വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.